എന്താ? സമയം എത്ര ആയിന്നാ? സന്ധ്യ കഴിഞ്ഞു. അതിനെന്താ? അതിനൊന്നുമില്ല മോളെ, ഇതുവരെ എത്തിയിട്ടില്ല. കോളേജിൽ വല്ല വിശേഷവും കാണും. വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. എന്താടി വൈകിയത്? സെമിനാർ. സ്ത്രീ ശാക്തീകരണത്തിലൂടെ സാമ്പത്തിക സുരക്ഷ. സ്ത്രീകൾ സാമ്പത്തികമായി ശക്തരാകുമ്പോൾ കുടുംബത്തിന്റെ ജീവിത നിലവാരവും ഉയരും. ഉഗ്രൻ ക്ലാസ് ആയിരുന്നു പ്രൊഫസർ മിത്രദാസിന്റെ. എന്ത് കുന്തമാണെങ്കിലും സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്തിക്കോളാം. രാത്രിക്കൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ അതാണ് കാര്യം. മോള് ചെല്ല്. ഉമ്മ പൊളിച്ച്, എനിക്ക് ഫസ്റ്റ്. നിനക്കോ? എന്തിന്? ബൈക്ക് റേസ്. വെൽ ഡൺ മോനെ. ആ, എന്തൊക്കെ കാണണം. ഉമ്മ അത്തായം റെഡി. ഇവനുള്ളത് ഇങ്ങോട്ടെടുത്തോ, ഈ എപ്പിസോഡ് തീരാറായി. അതെനിക്കറിയാലോ. നാ, ഇതൊരു പതിവാക്കേണ്ട. എന്താടി ഇത്? നാളെ മറ്റൊരു വീട്ടിൽ കഴിയേണ്ടവളാ? ഉമ്മ ഒരു മുട്ടയേ ഉള്ളൂ, ഇനി ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ. ആ, ഒന്നുകൂടെ കൊടുക്കടി. നാളെ കുടുംബം നോക്കേണ്ടവനാ. പെൺകുട്ടികളെ അത്രയൊക്കെ കഴിച്ചാ മതി. താങ്ക് യു ഉമ്മ. ഇത്താ, മതി പഠിച്ചത്, എനിക്ക് ഉറങ്ങണം. എടാ, ഒരു അരമണിക്കൂറും കൂടി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നോ, ലൈറ്റ് അടക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇത്ത പോ. നീ ഇപ്പൊ അങ്ങനെ ഉറങ്ങണ്ട, എനിക്കിത് തീർക്കണം. ഉമ്മ, ഇത്തൻ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ലൈറ്റ് വെച്ച് കിടക്കാൻ നോക്കടി. അവൻ ഉറങ്ങണ്ടേ? അവളൊരു പഠിത്തക്കാരി. IAS എന്നൊക്കെ പറയുമ്പോ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. കളിയാക്കല്ലേ. കാര്യം നിനക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. എന്നാലും കാശ് കുറേ വേണ്ടേ? ഉപ്പയൊരു കർഷകനല്ലേ. ആദ്യ മലയാളി വനിത അന്നാരാജ് മൽഹോത്ര മുതൽ ആദ്യ ആദിവാസി വനിത നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീധന്യ സുരേഷ് വരെ നമുക്ക് വഴികാട്ടികളായിട്ടുണ്ട്. അവർ പൊരുതി നേടിയ വിജയവും ഒക്കെ നടക്കുപ്പാ. ആ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒക്കെ നടക്കും. നടക്കട്ടെ. ആ, എന്തായി നിന്റെ സ്കോളർഷിപ്പ്? ഉമ്മ അനുഗ്രഹിച്ച് വിട്ടതല്ലേ? അവന് കിട്ടും. ആ, കിട്ടി. നിന്റെ മോനെ തോറ്റു തുന്നം പാടിയിരിക്കുന്നു. TV ഓഫാക്കല്ലേ. വാർത്ത വെച്ചാ നല്ലൊരു വാർത്ത കാണാം. ഒരു 1ാം റാങ്കുകാരിയുടെ. നമ്മുടെ മോക്കെ IAS ആദ്യ കടമ്പയിൽ വിജയം. അവളെ ഇപ്പൊ മീഡിയ പൊതിഞ്ഞിട്ടുണ്ട്. ആ TV വെക്കടി.